ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പീച്ച് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കൊറിയൻ BL സീരീസ് ആണ്. അതേടെ സ്റ്റോറി ലൈനൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയാൻ നിൽക്കുന്നില്ല. ലവ് സ്റ്റോറി തന്നെയാണ് മെയിൻ തീമായിട്ട് വരുന്നത്. നമുക്ക് നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ദോഹേനെയാണ്. ദോഹ ഇപ്പോൾ റെഡി ആയിട്ട് ഓഫീസിലോട്ട് പോകാനായിരിക്കും. എവിടെയാണെന്ന് അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുന്ന സമയം അവൻ്റെ ബോയ് ഫ്രണ്ട് വന്നിട്ട് അവനിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയം ദോഹ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പയ്യൻ ആരാണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ദോഹ അപ്പോൾ സംസാരിക്കുന്ന ഒരു വോയിസ് ഓവർ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് എൻ്റെ ഫസ്റ്റ് ലവിനെ ഞാൻ കണ്ടത് 3 വർഷം മുമ്പാണ്. അതും ഇവൻ എന്നെക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. പിന്നെ ആള് ഭയങ്കര അഫെക്ഷനേറ്റ് ആണെന്നും അതും കാണിച്ച് നേരെ സ്റ്റോറിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴാണ് മെയിൻ കഥ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ദോഹ രാവിലെ തന്നെ അവനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇവൻ കയറി ചെല്ലുന്ന ടൈമിൽ ഓഫീസിലാണെങ്കിൽ ഇവൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു സംസാരം നടക്കുന്നുണ്ടായിരുന്നു. കയറി ചെല്ലുന്ന അവൻ അതെല്ലാം കേൾക്കുന്നുണ്ട്. എന്നാൽ എന്താ കാര്യമെന്ന് ആൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അവൻ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് കരുതിയിട്ട് അവൻ്റെ സീറ്റിലേക്ക് ചെന്നിരുന്ന് വർക്ക് ചെയ്യാനായി തുടങ്ങുന്ന സമയം ഇവരുടെ ടീം ലീഡർ, അതായത് ഇവരുടെ പ്രോജക്റ്റ് ഗ്രൂപ്പിലെ ടീം ലീഡർ ആയിട്ടുള്ള ജിയോൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജിയോണിനോട് ഇവൻ എന്തോ സംസാരിക്കാനായി പോകുന്നുണ്ട്. എന്നാൽ ജിയോൺ ഉടനെ തന്നെ നിന്നെ ഡയറക്ടർ വിളിക്കുന്നു, അങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഇവനെ മൈൻഡില്ലാതെ അവൻ്റെ സീറ്റിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ദോഹ ഉടനെ തന്നെ ഡയറക്ടറിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നതും ഡയറക്ടർ ഒരു ഫയൽ എടുത്ത് ഇവൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത് നീയല്ലേ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സത്യമായിട്ടും ഇത് ഞാനല്ല ചെയ്തത്, എനിക്ക് ഈ കാര്യത്തിൽ ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ഇവരിപ്പോൾ ഇറക്കാനായിട്ടിരിക്കുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്. അതൊരു അഡ്വർടൈസ്മെൻറ്റോ എന്തോ ആണ്. പക്ഷെ അതിപ്പോൾ ലീക്കായിരിക്കുകയാണ് അവരുടെ പ്രപ്പോസൽ. അപ്പോൾ അത് ചെയ്തത് ദോഹയല്ലേ എന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ദോഹ പറയുന്നുണ്ട് സത്യമായിട്ട് ഞാനല്ലാന്ന്. എന്നാൽ അയാളാണെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി നീ തന്നെ ഏറ്റെടുക്കണം, നീ ഇവിടെ നിന്ന് പോയേ പറ്റത്തുള്ളൂ. നിനക്കാണെങ്കിൽ ഒരു 2 മാസത്തെ ക്യാഷ് കോമ്പൻസേഷനായിട്ട് ഞാൻ തന്നേക്കാം. പിന്നെ നിനക്കാണെങ്കിൽ ഇനി പുതിയ ജോലി വല്ലതും കിട്ടുവാണെങ്കിൽ ഈ ഒരു കാര്യം നിന്നെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലും ഞാൻ നോക്കിക്കോളാം. പക്ഷേ നീ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ദോഹയ്ക്ക് വേറെ ചോയ്സ് ഇല്ല. കാരണം അവനാണെങ്കിൽ അവിടെ ഒരു ഇൻറ്റേൺ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവനങ്ങനെ ജോയിൻ ആയിട്ട് ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല, കറക്റ്റ് 10 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവനാണെങ്കിൽ വേറെ വഴിയില്ല, അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം വരെയാണ്. അങ്ങനെ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് നേരെ അവൻ്റെ സീറ്റിലേക്ക് പോകുന്നുണ്ട്. അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആരെടുത്തും ഒന്നും പറയുന്നില്ല. ജിയോണിനെ മാത്രം ഒന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ജിയോൺ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ ദോഹ അങ്ങ് പോവാണ്. അങ്ങനെ ദോഹ ലിഫ്റ്റ് കയറാനായിട്ട് നിൽക്കുമ്പോൾ അവനവൻ്റെ ബാഡ്ജ് എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് മറ്റൊരു സ്റ്റാഫ് കൊണ്ട് കൊടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റ് ഓപ്പണായിട്ട് അവൻ അതിലേക്ക് കയറുന്നുണ്ട്. കയറിയിട്ട് താഴേക്ക് പോകാനായിട്ടുള്ള ഫ്ലോറിലേക്ക് പ്രസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ജിയോണും ലിഫ്റ്റിലേക്ക് വന്ന് കയറാണ്. ഈ നേരം കൊണ്ട് ദോഹയാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ജിയോൺ അവൻ്റെ കർച്ചീഫ് ദോഹയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദോഹയ്ക്ക് ഇറങ്ങേണ്ട ഫ്ലോർ ആകുമ്പോഴത്തേക്കും അവൻ ഇറങ്ങുന്നുണ്ട്. ജിയോൺ പെട്ടെന്ന് നീയാണെങ്കിൽ നന്നായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഓൾ ദ ബെസ്റ്റ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ദോഹയ്ക്ക് തിരിച്ചെന്തെങ്കിലും പറയണമെന്നുണ്ട്. എന്നാൽ ആ നേരം കൊണ്ട് ലിഫ്റ്റ് ക്ലോസ് ആയി പോവാണ്. അങ്ങനെ ദോഹയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവൻ അവൻ്റെ സാധനങ്ങൾ കൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലാണ്. പോകുന്ന വഴിക്ക് അവൻ സൺസെറ്റ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ സാധനങ്ങളെല്ലാം താഴെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ വിഷമിച്ച് വീണ്ടും വീട്ടിലേക്ക് ചെല്ലാണ്. നൈറ്റ് ആകുമ്പോഴത്തേക്കും അവനിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്കുള്ള ഇന്നത്തെ ഫോർച്യൂൺ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു സംഭവം വരുന്നുണ്ട്. അങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് അവൻ്റെ ലക്കി സ്റ്റാർ അവൻ്റെ അടുത്തേക്ക് ഉടനെ തന്നെ വരാൻ പോവാണ്. അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഗ്രീൻ കളർ ആണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ആ സമയം അവനിങ്ങനെ വായിച്ചിട്ട് എന്ത് ലക്കി സ്റ്റാർ, ഇനി എന്ത് വരാൻ എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുള്ള ടേക്ക് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ടേക്ക് ആണെങ്കിൽ വന്ന ഉടനെ തന്നെ ഇവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എന്താ കോളിംഗ് ബെൽ അടിക്കാത്തതെന്ന്. ആ സമയം അതിനിവിടെ എപ്പോഴും വരുന്നത് ഞാനല്ലേ, പിന്നെ എന്താണ് ഇനിയിപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നത്, വേറെ ആരും വരുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനോട് ചെന്നിരിക്കുന്നുണ്ട്. അവനിങ്ങനെ ഫോണിൽ അവൻ്റെ ഫോർച്യൂൺ നോക്കുന്ന കണ്ടിട്ട് അല്ല എന്താ നോക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ഫോർച്യൂൺ വന്നതാൽ എൻ്റെ ലക്കി സ്റ്റാർ ഗ്രീൻ കളറിൽ വരുമെന്നാണ് പറയുന്നതെന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേക്ക് നോക്കുമ്പോഴത്തേക്കും അവൻ ഫുള്ള് ഗ്രീൻ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അവനെ തന്നെ ഒന്ന് സ്വയം നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഇവർ ഡ്രിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കാരണം ദോഹ പറഞ്ഞു അവൻ ഡ്രിങ്ക് ചെയ്യണമെന്ന്. അങ്ങനെ ഡ്രിങ്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ദോഹ ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തൻ്റെ ജോലി പോയിന്നും താൻ ചെയ്യാത്ത കാര്യത്തിന് തൻ്റെ പേരിൽ കുറ്റം ചുമത്തിയതും തനിക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നു എന്നൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ടേക്ക് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിൻ്റെ ടീമിലുള്ള ആരും തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്തില്ലേന്ന്. ആ സമയം അവൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിലാണ് അവൻ ടീം ലീഡറായിട്ടുള്ള ആ ഒരു ജിയോൺ വിളിക്കുന്നത്. ജിയോൺ വിളിച്ചിട്ട് എന്തോ പറയുന്നുണ്ട്. പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം ടേക്ക് അല്ല എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദോഹയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ടീമിലുള്ള എല്ലാവരും ഒരു ഫെയർവെൽ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുകയാണെന്ന് പറയാണ്. ആ സമയം ടേക്ക് നിന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് നിനക്കിപ്പോൾ ഫെയർവെൽ പാർട്ടി തരുവാണെന്നോ, കൊള്ളാം നല്ല ആൾക്കാരാന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ദോഹ ചെല്ലുന്നുണ്ട്. എല്ലാവരും കൂടി ഒന്ന് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദോഹ അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഡ്രിങ്ക് ചെയ്യാനായിട്ട് എനിക്ക് ഫെയർവെൽ എന്ന് പറഞ്ഞിട്ട് ഓരോ റീസണും കൊണ്ട് വന്നേക്കുവാണെന്നൊക്കെ. അങ്ങനെ പിന്നീട് ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു സീനിയറായിട്ടുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട് ശരിക്കും നീ തന്നെയാണോ ഇത് ലീക്ക് ചെയ്തതെന്ന്. ആ സമയം മറ്റൊരാൾ ഇവനല്ലാതെ വേറെ ആരാവാൻ, അവൻ ഡയറക്ടർ ലീക്ക് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദോഹ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് താനല്ല ചെയ്തതെന്ന്. ദോഹ ഇങ്ങനെ ശ്രമിക്കുന്ന കാണുമ്പോഴത്തേക്കും ജിയോണും അവനെ ഹെൽപ്പ് ചെയ്യാനായി നോക്കുന്നുണ്ട്. എന്നാൽ ഇവരൊക്കെ ആണെങ്കിൽ ഇവൻ തന്നെയല്ലേ ചെയ്തത്, വേറെ ആര് ചെയ്യാൻ, എന്തായാലും സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഇത് പറയണം. അങ്ങനെ സഹിയായിട്ടിട്ട് ദോഹയാണെങ്കിൽ അവൻ്റെ കയ്യിൽ ഇരുന്ന ഒരു ബിയറിൻ്റെ ഗ്ലാസ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ അവൻ ടേബിളിൽ
ടേബിളിൽ വയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഞാനൊന്നുമല്ല ചെയ്തത്, നിങ്ങൾക്ക് ആരെന്ന് അറിയണമെങ്കിൽ പോയി അന്വേഷിക്കാൻ നോക്ക്. വെറുതെ ആരോ ചെയ്ത കുറ്റം എൻ്റെ തലയിൽ വെച്ച് നിന്ന് എന്നെ പുറത്താക്കിയിട്ട് ഇപ്പോൾ എനിക്ക് ഫെയർവെൽ എന്നും പറഞ്ഞ് വിളിച്ച് വരുത്തിയിരിക്കുന്നു. ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് അവൻ ഇറങ്ങി പോകുന്നുണ്ട്. അവനങ്ങനെ അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് അവിടെ റോഡ് സൈഡിലൊരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഫോണൊന്നും ആയിക്കോട്ടെ. ആ സമയം അവൻ്റെ അടുത്തേക്ക് ജിയോൺ വരുന്നുണ്ട്. അവന് കുടിക്കാനായിട്ട് ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജിയോൺ അവൻ്റെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് ദോഹയോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴും ഇങ്ങനെ കരയാറുണ്ടോയെന്ന്. ദോഹ ഇപ്പോൾ ഇനി ഞാൻ എപ്പോഴാണ് കരഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, അന്ന് ലിഫ്റ്റിൽ വെച്ച് കരഞ്ഞത് നീ മറന്നു പോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ അത് പിന്നെ അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനതങ്ങ് വിട്ട് കളയാനായിട്ട് നോക്കുന്നുണ്ട്. ജിയോണപ്പോൾ പറയുന്നുണ്ട്, ആ ഒരു കാര്യം ചെയ്തത് നീ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. ആ സമയം അവനിങ്ങനെ തിരിച്ച് ചോദിക്കുകയാണ്, എന്താ അങ്ങനെ, എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, അതെ, ഞാൻ നിന്നെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, നീ എൻ്റെ ടീമിലുണ്ടായിരുന്ന ആളല്ലേ, നീ അല്ല ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട്. ജിയോണാണെങ്കിൽ അവന് കുടിക്കാനായിട്ട് വാങ്ങിച്ച ഒരു ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇത് കുടിക്കാനായി പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാനേ തുടങ്ങാണ്. ദോഹ ഇപ്പോൾ ജിയോണിനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ കരുതിയത് നിങ്ങൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണെന്നാണ്. കാരണം ഞാൻ എപ്പം നിങ്ങളോട് സംസാരിക്കാൻ വന്നാലും നിങ്ങൾ ജസ്റ്റ് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞിട്ട് പോകുമായിരുന്നു, എന്നെ വഴക്ക് പറയുകയും ചെയ്യുമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജിയോൺ, അതെനിക്ക് ഇതിനില്ല, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്, നീ പെട്ടെന്ന് കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാനായി നോക്കെന്ന് പറഞ്ഞിട്ട് ജിയോൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ദോഹ എന്തൊക്കെയോ ആലോചനയോടെ അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ദോഹ ഉറക്കം എഴുന്നേൽക്കുന്നതും അവൻ്റെ ജോലി പോയി എന്നുള്ള കാര്യം അവൻ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്. അയ്യോ, ഞാൻ ജോലിക്ക് പോയാൽ ലേറ്റായി എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ പിന്നീടാണ് പറയുമ്പോൾ ജോലി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ബെഡിലേക്ക് തിരിച്ച് കിടക്കുന്നത്. അതേസമയം ടേക്കിനെ കാണിക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ മറ്റൊരു പയ്യൻ്റെ ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുന്ന പോലെ, അതായത് എക്സസൈസിങ് സംഭവങ്ങളും ചെറിച്ച് ഫൈറ്റിങ്ങും കരാട്ടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ടേക്കാണെങ്കിൽ ദോഹേനെ കോൾ ചെയ്യുന്നുണ്ട്, നീ ഉറക്കം എഴുന്നേറ്റില്ലേ, എഴുന്നേറ്റെങ്കിൽ ഇനി ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ, നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് എക്സസൈസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ദോഹയാണെങ്കിൽ വയ്യ, ഭയങ്കര മടുപ്പാണെന്നൊക്കെ പറയുമ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥ അത് തന്നെന്നും പറഞ്ഞിട്ട് ടേക്ക് അവിടെ കളിയാക്കുന്നുണ്ട്. ആ സമയം ദോഹ, ജോലിയില്ലെന്നോ, എനിക്കോ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അതിനുശേഷം ദോഹ റെഡി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ തന്നെ ടേക്കിന് ഓൾറെഡി അവൻ്റെ ഡോറിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ടേക്കിന് ആദ്യം എന്നെ സങ്കടപ്പെടുത്തിയിട്ട് ഇപ്പം എന്നെ സമാധാനിപ്പിക്കാൻ നോക്കാമെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അവൻ എന്നിട്ട് പോകാനായി നിൽക്കുന്ന സമയമാണ് ജിയോൺ ഇവന് ഒരു മെസ്സേജ് അയച്ചിട്ട് അവന് കോൾ ചെയ്യുന്നത്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ജിയോണാണെങ്കിൽ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദോഹ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ദോഹയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കഫേയിലേക്കാണ് അവൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി ജിയോൺ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി ഇന്നലെ രാത്രി ഡ്രിങ്ക് ചെയ്തിട്ട് അവൻ എന്തെങ്കിലും അറിയാതെ പറഞ്ഞാണ്, അതിന് ദേഷ്യപ്പെടാനോ ചോദ്യം ചെയ്യാനോ വല്ല വിളിക്കുന്നതായിരിക്കും എന്ന് കരുതിയിട്ട് ചെന്നുടനെ തന്നെ ഐ എം സോറി, ഇന്നലെ ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ട് അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാണെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം ജിയോണാണെങ്കിൽ, ഞാൻ തന്നെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതെന്നല്ല, നീ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാം, നിനക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ തന്നെ ഓർഡർ ചെയ്യാമെന്ന് ദോഹ പറഞ്ഞിട്ട് എഴുന്നേൽക്കാനായി തുടങ്ങാണ്. പക്ഷേ ആ സമയം ആ കഫേയിൽ വർക്ക് ചെയ്യുന്ന ഹരം എന്ന് പറയുന്ന ആ ഒരു പയ്യൻ വന്നിട്ട്, നിനക്ക് വേണ്ട സംഭവം എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം, അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ദോഹയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് അവിടെ വച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ഹരമാണെങ്കിൽ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് എന്താ ഇങ്ങോട്ടേക്ക് വരാതിരുന്നതെന്ന്. ആ സമയം അത് പിന്നെ ഞാൻ ബിസി ആയിപ്പോയി, കുറച്ച് വർക്കിൻ്റെ കാര്യം ഉണ്ടായിരുന്നെന്ന് ദോഹ പറയുന്നുണ്ട്. ഹരം അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ അവൻ്റെ ഫോൺ നമ്പർ എഴുതി കൊടുത്തിട്ട്, ഇതാണ് എൻ്റെ നമ്പർ, നീ വരാതിരുന്നപ്പോൾ എന്തോ ഞാൻ നിന്നെ മിസ് ചെയ്തു, നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദോഹയാണെങ്കിൽ ഓക്കെ ഞാനാണെങ്കിൽ നിന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഹരം എന്നിട്ട് വീണ്ടും കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹരം പോകുമ്പോഴത്തേക്കും അവനൊരു ഗ്രീൻ കളർ ഷൂസായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇവൻ്റെ ഫോർച്യൂണിൽ വായിച്ചായിരുന്നു ഒരു ഗ്രീൻ കളർ ആയിരിക്കും അവൻ്റെ ലക്കി സ്റ്റാറിൻ്റെ ഒരു സിമ്പൽ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഇത് അവനിങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. വീണ്ടും അവൻ കസേരയിലേക്ക് ഇരിക്കുന്ന സമയത്ത് ജിയോണിൻ്റെ ഫോൺ കവറും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, അതും ഒരു ഗ്രീൻ കളറായിരുന്നു. അങ്ങനെ ആ സമയം ഹരം ഇങ്ങനെ ക്ലോസ് ആയിട്ട് ദോഹയോട് സംസാരിച്ചത് ജിയോൺ കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിന് എപ്പോഴും ഈ കഫേയിലാണ് വരാറ്, പിന്നെ അവൻ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ജിയോൺ അത് കേട്ടിട്ട് അവൻ എൻ്റെ അടുത്ത് തീരെ സ്നേഹത്തോടെ അല്ല സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹ അതെന്താ അങ്ങനെ എന്നുള്ള രീതിയിൽ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ആ സമയം ജിയോൺ ആ ഒരു വിഷയം അങ്ങ് വിട്ട് കളഞ്ഞിട്ട്, ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് ഒരു വർക്കിൻ്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ഇതേ സമയം ടേക്കാണെങ്കിൽ അവിടെ ദോഹേനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫോണെടുത്ത് നോക്കുമ്പോൾ അവന് ദോഹയുടെ അടുത്ത് നിന്ന് എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. മേ ബി അത് അവനാണെങ്കിൽ ഇതുപോലെ ജിയോണിനെ കാണാനായിട്ട് പോകുന്നു എന്നുള്ള മെസ്സേജ് എന്തായാലും ആയിരിക്കും. അതായത് അത് കാണുമ്പോഴത്തേക്കും ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവൻ ഉടനെ തന്നെ അങ്ങ് ദോഹേനെ അന്വേഷിച്ച് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇവന് നേരെ ആ ഒരു കഫേയിലേക്കാണ് ചെന്ന് കയറുന്നത്. വീണ്ടും അടുത്ത് ദോഹേനെയും പിന്നെ ജിയോണിനെയും കാണിക്കുവാണെങ്കിൽ ജിയോൺ ഇപ്പോൾ ഇവനാണെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ഒരു ജോബ് ഓഫർ ഇങ്ങനെ കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നീ ഇന്ന കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയി നോക്കാമെന്നൊക്കെ. ആ ടൈമിന് ദോഹയാണെങ്കിൽ, പക്ഷേ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല എന്നെ പുറത്താക്കിയത് തന്നെ, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിയോൺ അപ്പോൾ ഒന്നാമത്തെ കാര്യം നീ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതുപോലെ തന്നെ നീയാണെങ്കിൽ നിൻ്റെ വർക്ക് ചെയ്യുന്നൊരു പയ്യനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് നീ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു അവസരം കൊണ്ട് തന്നത്, നീ പോയി നോക്ക്, നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി എന്ന് പറയുന്നുണ്ട്. ദോഹ അപ്പോൾ തനിക്ക് അങ്ങനെ ഒരു അവസരം കണ്ടുപിടിച്ച് തന്നതിന് താങ്ക് യു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കൊണ്ട് ടേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ടേക്കാണെങ്കിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ദോഹയും ജിയോണും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ദോഹ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ടിട്ട് ദോഹ ഇവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ജിയോണും ഇവനെ നോക്കുന്നുണ്ട്. ആ ഒരു കഫേയിൽ വർക്ക് ചെയ്യുന്ന ഹരം എന്ന് പറയുന്ന ഒരു പയ്യനും ഇവരെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്.
എന്നാൽ ദോഹയുടെ അടുത്ത് ഇവർ 3 പേര് വന്ന് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മറ്റൊരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ദോഹയാണെങ്കിൽ അവൻ്റെ ജോലി പോയിട്ട് അവൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് തിരിച്ചിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് മറ്റൊരു ഇൻസിഡൻറ്റ് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നറിയത്തില്ല കുറേ പീച്ച് ഫ്ലവേഴ്സ് അതിൻ്റെയൊക്കെ ഇങ്ങനെ എതളുകളൊക്കെ ഇങ്ങനെ വന്ന് വിടാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ പൂക്കളൊന്നും അവൻ കാണുന്നില്ല. ആ സമയം അവനൊരു മുത്തശ്ശി വന്നിരിക്കുന്ന ഇവൻ കാണാണ്. ഈ മുത്തശ്ശി ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിൻ്റെ ലവ് ലൈഫ് എല്ലാം സെറ്റാവാനായിട്ട് പോകാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഞാൻ സിംഗിളാണെന്ന് ആദ്യം പറയുമ്പോൾ അത് തന്നെയാണ്, പക്ഷെ നിൻ്റെ ലൈഫിലേക്ക് കുറേ ആൾക്കാർ വരാനായിട്ട് പോവാ, നീ ഒരു പൂവാണ്, ഈ പൂക്കൾ എന്തൊക്കെയാണ് അട്രാക്ട് ചെയ്യുന്നത് നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ബട്ടർഫ്ലൈസ് ബീസ് അതൊക്കെയല്ലേ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു കാര്യം കൂടെ സൂക്ഷിക്കണം, മറ്റ് അനാവശ്യമായിട്ടുള്ള കുറേ പ്രാണികളെയും കൂടെ അതാണെങ്കിൽ അട്രാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല, ചുമ്മാ ഒരു ഉടായിപ്പാണെന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങ് നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇവൻ നടന്നു പോയി കഴിയുന്നതും ആ ഒരു മുത്തശ്ശി ഒരു കുഞ്ഞു പെൺകുട്ടിയായിട്ട് മാറുന്നുണ്ട്. ഉടനെ തന്നെ നിൻ്റെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നും ആ ഒരു കുട്ടി പറയുന്നുണ്ട്. ഇതും കൂടെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് മൊത്തത്തിൽ ഇവിടെ എൻഡ് ആവുന്നത്. ഇപ്പോൾ തന്നെ പ്ലോട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നൊരു സീരീസ് തന്നെയാണ്. എന്താവും എന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ടുതന്നേ ബൈ.